വിലങ്ങാട്ടിൽ ആശങ്ക വേണ്ട എന്നാണ് സർക്കാർ പറയുന്നത്. ദുരന്തഭൂമിയിൽ നിന്ന് സിനോജ് തോമസും പുനരധിവാസ ക്യാമ്പിൽ നിന്ന് അർജുൻ കല്യാടും മാത്യു മാഷിന്റെ വീട്ടിൽ നിന്ന് VS രഞ്ജിത്തും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ദുരന്തഭൂമിയിൽ നിന്ന് സിനോജ് തോമസിലേക്ക് ആദ്യം. സിനോജ് തോമസ്, ചൂരൽമല മുണ്ടക്കയിലെ ദുരന്തഭൂമിയുമായി താരതമ്യം ചെയ്താൽ ആഘാതത്തിൽ ഒട്ടും പിന്നിലല്ല വിലങ്ങാട്ടെ ദുരന്തവും എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. ആ കാഴ്ചകൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ താരതമ്യം ചെയ്യുക? ഡോക്ടർ അരുൺകുമാർ, അതായത് മന്ത്രി പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടിരുന്നു. വയനാടിന് പ്രത്യേക പാക്കേജ്, വിലങ്ങാടിന് പ്രത്യേക പരിഗണന എന്നൊക്കെ തന്നെ മന്ത്രി പറഞ്ഞു. ഒരുപക്ഷെ ഈ രണ്ട് സ്ഥലവും വ്യത്യസ്തപ്പെടുന്നത് നഷ്ടമായ മനുഷ്യജീവൻ്റെ കാര്യത്തിൽ മാത്രമാണ്. കാരണം ഇവിടുത്തെ നാട്ടുകാർ കാണിച്ച ജാഗ്രതയാണ് ഇത്രയധികം മനുഷ്യജീവനുകൾ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. അപ്പോഴും മാത്യു തീരാ നോവായി നിൽക്കുകയാണ്. അതായത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് മാത്യു ഉണ്ടായിരുന്നത്. ഈ മണ്ണിൽ നിന്നാണ് മാത്യു ഒഴുകി പോകുന്നത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് 3-4 കടമുറികളുണ്ടായിരുന്നു. അതായത് ഈ നാട്ടിലുള്ള ആളുകളോട് മാറി താമസിക്കാൻ പറഞ്ഞ ശേഷം മാത്യു വരുന്ന സമയത്ത് മഴ പെയ്തതുകൊണ്ട് ഇവിടെയുള്ള കടയുടെ വരാന്തിൽ കയറി നിന്നു. ഇവിടെ നിന്നാണ് മാത്യു ഉരുളെടുത്ത് താഴേക്ക് കൊണ്ടുപോകുന്നത്. ഇത് മഞ്ഞക്കുന്ന് എന്ന് പറയുന്ന ചെറിയൊരു അങ്ങാടിയാണ്. ഇവിടെ 6-ലധികം കടമുറികളുണ്ടായിരുന്നു, നിരവധി വീടുകളുണ്ടായിരുന്നു. 10-ലധികം വീടുകൾ ഈ സ്ഥലത്ത് നിന്ന് ഒഴുകിപ്പോയി. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തൊക്കെ തന്നെ വീടുണ്ടായിരുന്നു. വീടിൻ്റെ തറ പോലും കാണാനില്ല. അത് മുഴുവൻ ഉരുളെടുത്ത് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വയനാട്ടിൽ കണ്ടതുപോലെ തന്നെ വലിയ പാറക്കൂട്ടങ്ങളാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പാറയുടെ വലിപ്പം നോക്കുക. ഇത്രയധികം വലിയ പാറ ഒഴുകി വരണമെങ്കിൽ ആ ഉരുളിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഇനി നേരെ ക്യാമറ ആ മലമുകളിലേക്ക് തിരിച്ചാൽ കാണാം, അവിടെ നിന്നാണ് ഈ ഉരുൾ പൊട്ടി വന്നിരിക്കുന്നത്. അത് റവന്യൂ ഭൂമിയാണ്, അതിന് മുകളിൽ വനഭൂമിയാണ്. അവിടെ നിന്നാണ് ഇത്ര വലിയ പാറക്കൂട്ടങ്ങൾ ഒഴുകി വന്നിരിക്കുന്നത്. ഈ വരുന്ന വഴിക്ക് 10ഓളം വീടുകളുണ്ടായിരുന്നു. ആ 10 വീടും പൂർണ്ണമായും തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലെ 10-60 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഈ ഡ്രോൺ നിരീക്ഷണമൊക്കെ തന്നെ നടത്തിയ സമയത്ത് പല വാണിമേൽ പഞ്ചായത്തിലെ സ്ഥലമാണിത്. ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും 50-ലധികം സ്ഥലത്ത് ഉരുൾപൊട്ടി വന്നിട്ടുണ്ട്. നിരവധി ദുരന്തബാധിതർ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അതിൽ ചില ആളുകൾ മടങ്ങുകയും ചെയ്തു. അതായത് ഈ സംഭവങ്ങളൊക്കെ തന്നെ നോക്കിക്കണ്ട നിരവധി ആളുകളുണ്ട്. ഡൊമിനിക് ചേട്ടന് ഇതിനു മുമ്പ് നമ്മളോടൊക്കെ സംസാരിച്ച ചേട്ടനാണ്. ഈ ചേട്ടൻ ദുരന്തബാധിതനാണ്. ചേട്ടൻ്റെ വീട് എവിടെയായിരുന്നു? ഈ കാണുന്ന സ്ഥലമാണ്. കൈ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ. അവിടെ മുഴുവൻ പാറക്കൂട്ടങ്ങളും കല്ലുകളും മാത്രമാണ്. ചേട്ടൻ എവിടെ താമസിക്കുന്നത്? എവിടെയാണ്? ഞാൻ ഇന്നലെ മുതൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. പരപ്പാറ വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഇന്നലെ അവരെ പിരിച്ചുവിട്ടു. നമ്മൾ പിന്നെ കാരണം വേറെ ഒരു തടസ്സവും പറഞ്ഞില്ല. കാരണം പിരിച്ചുവിടുന്ന സമയത്ത് എവിടേക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകണം. എനിക്കിപ്പം വാടക വീടോ അല്ലെങ്കിൽ വാടകയ്ക്കുള്ള മറ്റ് സൗകര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും ഞാനിപ്പോൾ ഇവിടെ സ്കൂളിൽ പഠിത്തം നടക്കണ്ട എന്ന് ഞാൻ ഒരു കാരണവശാലും പറയില്ല. സ്കൂൾ കുട്ടികൾ പഠിക്കട്ടെ, നമ്മളെ എവിടെയെങ്കിലും തലചായ്ച്ചോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോരുന്നത്. വീട് തരാമെന്ന് സർക്കാർ പറയുന്നുണ്ട്. അതുവരെ സുഹൃത്തിന് വീട്ടിൽ നിൽക്കാൻ വേണ്ടിയാണോ? അതെ, അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പിന്നെ തൽക്കാലം നമ്മൾ ഒരു ദിവസത്തേക്കായിട്ട് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കായിട്ട് വന്നെന്ന് മാത്രം, ഇത്രയേ ഉള്ളൂ. കാരണം നമ്മൾ അവരൊരു ഫാമിലിയായിട്ട് താമസിക്കുന്നു. നമുക്ക് അവരെ ചേട്ടൻ്റെ വീട്ടിൽ എത്ര പേരുള്ളത്? എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 പേരാണുള്ളത്. ഞാൻ എൻ്റെ വൈഫ്, മകൻ്റെ വൈഫ് ഇപ്പം ഡെലിവറിക്കായിട്ട് പോയിരിക്കുകയാണ്. ഡെലിവറി കഴിഞ്ഞു. പിന്നെ കൊച്ചുമക്കൾ 3 പേര്. അങ്ങനെ ഞങ്ങൾ 6 പേരാണുള്ളത്. കൊച്ചുമക്കളൊക്കെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ അതിന് തൊട്ട് മുമ്പ് മാറിയായിരുന്നല്ലോ നമ്മൾ? അതെ, ഞങ്ങൾ 3 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ മാറുന്നത്. 3 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഈ സൗണ്ട് കേട്ടിട്ട് മാറിയതാണ്. സൗണ്ട് കേട്ടിട്ട് മാറിയതാണ്. സൗണ്ട് കേട്ട് തൊട്ടടുത്ത വീട്ടിലേക്കാണ് ഞങ്ങൾ മാറുന്നത്. അവിടെ സേഫായിരുന്നു. കാരണം എൻ്റെ വീട് വീഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള വെള്ളം തന്നെ എന്ത് ചെയ്തു, അടുത്ത വീട്ടിലേക്ക്, ഞങ്ങൾ നിന്ന വീട്ടിലേക്ക് തന്നെ ആ വെള്ളം വന്നു. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ ഓടുകയാണ് ചെയ്തത്. അവിടുന്ന് ഞങ്ങൾ ഓടുന്നു അടുത്ത വീട്ടിലേക്ക്. പക്ഷേ അവിടെ അതിനപ്പുറം ഞങ്ങൾക്ക് പോകാൻ വേറെ മാർഗ്ഗമില്ല. അതിൻ്റെ മറ്റൊരു സൈഡിൽ കൂടെ നേരത്തെ ഉരുൾ വന്നതാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ഇതിൻ്റെ നടുവിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജാഗ്രത ഇവിടുത്തെ ജനങ്ങൾ കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഇത്രയധികം ജീവനുകൾ സംരക്ഷിക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ ആളുകൾ ഇവിടെ നിന്ന് മാറിയിട്ടില്ലായിരുന്നെങ്കിൽ വയനാട്ടിൽ സംഭവിച്ചതിനേക്കാൾ വലിയ ദുരന്തം ഇവിടെ ഉണ്ടായേനെ. കാരണം ഇവിടെയുള്ള ബീന ചേച്ചിയുണ്ട്. ഈ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ആളുകൾ ആദ്യം ഓടിയെത്തിയത്. എത്ര പേരെ ചേച്ചി വീട്ടിലേക്ക് ഓടിയെത്തി? ഞങ്ങളുടെ വീട്ടിലന്ന് 37 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിന് താഴോട്ട് 10-15 വീടുകളുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഫോൺ കോൾ അറിഞ്ഞതനുസരിച്ച് ഓടി വീട്ടിലേക്ക് വന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. ഞങ്ങളുടെ വീട് ഒരു റോഡ് സൈഡിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുക എന്നാണ് ഓർത്തത്.
പക്ഷേ ഉരുൾ പൊട്ടി ഒരു ഭാഗം മുഴുവൻ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തോട്ടും വരികയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ ധൈര്യപൂർവ്വം അവിടെ തന്നെ നിന്ന്. വീടിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾ പിന്നെ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമായ ഷെഡും അതിനകത്തുള്ള സാമഗ്രികളെല്ലാം ഒഴുകിപ്പോയി. അതായത് ഞങ്ങൾക്ക് ജീവനാപായങ്ങളൊന്നും സംഭവിച്ചില്ല. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ 40 വർഷമായി എറണാകുളം കോതമംഗലം ജില്ലയിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ഇവിടെ കൊണ്ടുവന്നതാണ്. ശരിക്കും കേരളം ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്നതിനേക്കാൾ വിലങ്ങാടാണ് ദൈവത്തിൻ്റെ നാടെന്നാണ് ഞാൻ പറയുക. കാരണം അത്ര സ്നേഹവും പരസ്പര സഹായവും ചെയ്യുന്ന കുറേ കർഷകരുടെ നാടാണ് ഞങ്ങളുടേത്. ഞങ്ങളിവിടെ രാപകല്ലാതെ അധ്വാനിച്ച് കുടുംബം കഴിയുന്ന മനുഷ്യരാണ്. ഇങ്ങനെയൊരു സംഭവം ഞങ്ങളിവിടെ നാട്ടിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇത് ആദ്യത്തെ സംഭവമാണ്. ഞങ്ങൾ ഒത്തിരി പേരുടെ വീട് പോയിട്ടുണ്ട്, അതുപോലെ കൃഷിസ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ഇനി മുമ്പോട്ട് എന്തെന്ന് അറിയത്തില്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ചേച്ചി വീടിനകത്തുനിന്ന് ഈ ഉരുൾപൊട്ടി വരുന്ന കണ്ടെന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. ഞാൻ ഈ ഉരുൾപൊട്ടി വരുന്ന സമയം മുതൽ ലാസ്റ്റ് ഉരുൾപൊട്ടി കഴിയുന്ന സമയം വരെ എൻ്റെ വീടിൻ്റെ 2ാം നിലയിൽ നിന്ന് ഇത് കാണാമായിരുന്നു. ആദ്യം ഉരുൾപൊട്ടി മുറ്റത്തോട്ടൊക്കെ വെള്ളം വന്നു. പിന്നെ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഓർത്ത് ഉരുളല്ലേ അത് കഴിഞ്ഞെന്ന് കാണുന്നത്. പിന്നെ അന്നേരം ഞങ്ങളുടെ മാഷ് ഇവിടെ ഒരു 4 മുറി കട ഞങ്ങളുടെ വീടിനോട് ചേർന്നുണ്ടായിരുന്നു. കടയുടെ തിണ്ണയിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ മാഷിനെയും കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് 1, 2, 3, 4 എന്നും പറഞ്ഞങ്ങ് തിരുതുരാ വന്നു. പിന്നെ മാഷ് നിന്ന കടയടക്കം എടുത്തു പോയി. മാഷ് പോകുന്ന സമയം വരെ ഞാൻ മാഷിനെ കാണുന്നുണ്ടായിരുന്നു. കടകളെല്ലാം പോകുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടു. പിന്നെ മാഷിന് ഇവിടേക്ക് വരാൻ പറ്റിയില്ല. മാഷിന് വരാൻ സാധിക്കാത്ത രീതിയിൽ വെള്ളമായിരുന്നു. മാഷ് കടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴോട്ട് ഒഴുകി പോവുകയുള്ളൂ. അത്ര ശക്തിക്കുള്ള വെള്ളമായിരുന്നു വന്നത്. അപ്പോൾ മാഷ് 2-3 പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു, മാഷ് ഇങ്ങോട്ട് ചാടിക്കും ഞങ്ങൾ പിടിക്കാമെന്നും പറഞ്ഞു. പക്ഷേ മാഷ് ചാടാൻ പറ്റാത്ത അവസ്ഥ, താഴോട്ടായിരുന്നു ഒഴുക്ക് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് മാഷ് ചാടിയ ഒഴുകി പോകുന്നുള്ളത് ഉറപ്പായിരുന്നു. ഈ സംഭവം നടക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസം പുലർച്ചെയാണ്. ആദ്യത്തെ കോൾ അന്ന് പുലർച്ചെ 30-ാം തീയതി പുലർച്ചെ എനിക്ക് വയനാട്ടിൽ നിന്ന് ചൂരൽമലയിൽ നിന്നാണ് വന്നത്. ആ കോൾ വന്ന് ഏകദേശം 1 മണിക്കൂറിനകം തന്നെ വിലങ്ങാട് നിന്നും കോളെത്തി. ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, ആളുകളൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് പുലർച്ചെ കോൾ വന്നതാണ്. ജോയ് കണ്ണഞ്ചിറ എന്ന് പറഞ്ഞ വിഫാമിൻ്റെ ഒരു ചേട്ടനാണ് വിളിച്ചത്. ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞത് എനിക്കൊപ്പമുള്ള ജോൺസൺ ചേട്ടനാണ്. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ ചേട്ടൻ അന്ന് ഫോൺ ചെയ്യുന്നത്. കാരണം ചേട്ടൻ്റെ വീടിൻ്റെ എവിടം വരെ വെള്ളം കയറിയെന്ന്? ടെറസിൻ്റെ കുറച്ച് താഴെ വരെ, ഏകദേശം വീടിൻ്റെ ചാരുപടിയുടെ ലെവൽ വരെ വെള്ളം വന്നു. അപ്പോൾ എന്നോട് പെട്ടെന്ന് ഒരാൾ പറഞ്ഞു മഞ്ഞക്കൊന്ന് ഉരുൾ പൊട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് മാറിക്കോളാൻ പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞ് പപ്പ എഴുന്നേക്ക്, പിന്നെ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പം നമ്മുടെ മെയിൻ റോഡിലെ പെട്രോൾ പമ്പിൻ്റെ നേരെ മുമ്പിലുള്ള മെയിൻ റോഡിൻ്റെ മുൻവശത്തൂടെ ഏകദേശം ഒരാൾ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കുമ്പം വീട്ടിൽ നിന്ന് എന്താണ് എടുത്ത് മാറ്റേണ്ടതെന്ന് എനിക്കറിയില്ല. ആ സമയത്തുണ്ടല്ലോ വൈഫ് ഒരു ന്യൂറോ സർജറി കഴിഞ്ഞിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള 2 പേരും വന്നു. അവർ പറഞ്ഞു നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറിയിരിക്കാമെന്ന് പറഞ്ഞു. ടെറസിൻ്റെ മുകളിലിരിക്കുമ്പം തൊട്ടപ്പുറത്ത് ഗിരിജൻ സൊസൈറ്റി ഉണ്ട്. ഗിരിജൻ സൊസൈറ്റിയുടെ ഒരു ബിൽഡിങ് പൊട്ടിപ്പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ പോസ്റ്റുകളൊക്കെ മെയിൻ റോഡിലേക്ക് വലിയ ശബ്ദത്തോടെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴും KSEB പോസ്റ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഇതിലെ പോകുന്നുണ്ട് വാഹനത്തിൽ. കുറേ പോസ്റ്റും ഒക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നല്ലേ? 173 പോസ്റ്റുകളാണ് ഈ പ്രദേശത്ത് മാത്രം പോയതല്ലേ? അതെ. KSEBയുടെ ഭാഗത്തുനിന്ന് അവർ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സഡനായിട്ട് നടത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രെയിൻ കൊണ്ടുവന്ന് അവർ എപ്പോഴും പോസ്റ്റുകളൊക്കെ ഇട്ട് പെട്ടെന്ന് കാര്യങ്ങൾ KSEBയുടെ എല്ലാം ക്ലിയറാക്കി ചെയ്തു. കാരണം ഇനി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്കിവിടെ ഒരു ജീവൻ അപായം ഉണ്ടായില്ല. ആകെ മാത്യുമാഷ് മാത്രമേ മരിച്ചുള്ളൂ. എങ്കിലും നിങ്ങളൊരു ജാഗ്രത കാണിച്ചല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അങ്ങ് മാറാൻ തീരുമാനിച്ചാണോ? അല്ല, മുന്നറിയിപ്പ് ഒരു മുന്നറിയിപ്പും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൂടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് ഉണ്ടായി. കാരണം എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. കാരണം ഒരിക്കൽ പോലും മെയിൻ റോഡിൽ ഇത്രയും വെള്ളം വന്നിട്ടില്ല. കാരണം ആകെയുള്ള ഒരു ആശ്രയം വെലങ്ങാടിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പ്. ആ പമ്പ് ഇപ്പുറത്തുള്ള ഒരു വീടിന് വെള്ളം തട്ടിയിട്ട് പോയതുകൊണ്ട് ആ പമ്പ് അവിടെ നിലനിന്നു. കാരണം ഇല്ലെങ്കിൽ അവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇതുപോലെ 12 വീടുകൾ നിശേഷം തകർന്നു പോയി. 100-ലേറെ വീടുകൾ വാസയോഗ്യമല്ലാതായി. വലിയ നഷ്ടം. 162 ഹെക്ടർ കൃഷിഭൂമി മാത്രം നശിച്ചു. അതായത് കൃഷി ചെയ്യാത്ത ഭൂമികളുണ്ടാവും, റവന്യൂ ഭൂമി ഉണ്ടാവും, വനഭൂമി ഉണ്ടാവും. കൃഷിഭൂമി മാത്രം 162 ഹെക്ടർ എന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക്. വലിയ രീതിയിൽ കടകൾക്കൊക്കെ നാശനഷ്ടം ഉണ്ടായില്ല ചേട്ടാ? വെലങ്ങാടുള്ള ഏകദേശം 12ഓളം കടകൾ ഒഴുകിപ്പോയി. അതായത് ഇതൊരു ചെറിയ ടൗൺഷിപ്പ് മോഡലായിരുന്നു. എന്ന് വെച്ചാൽ 2 ബിൽഡിങ്. ആ കാണുന്ന ബിൽഡിങ്ങിൽ ഏകദേശം 3 കച്ചവടക്കാരുണ്ടായിരുന്നു. ഇവിടെ ഒരു 3 കച്ചവടക്കാർ. മൊത്തം ഇവിടെ തന്നെ ഈ മഞ്ഞച്ചീളി തന്നെ ഏകദേശം 6 കടകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെലങ്ങാട് അങ്ങാടിയിൽ കട നടത്തിയിരുന്ന സോയിസിൻ്റെ 2 വീലർ വർക്ക്ഷോപ്പ് ഒഴുകിപ്പോയി. ഒപ്പം തൊട്ടപ്പുറത്തുള്ള വിജയകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു കോഴിക്കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു, അത് ഒഴുകിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സതി അവിടെ ഒരു തുണിക്കച്ചവടം ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു, അതൊഴുകിപ്പോയി. വെലങ്ങാട് അങ്ങാടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള നെരുവമേൽ സുരേഷിൻ്റെ കട, മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഷിബിൻ്റെ കട,
മനോജ് എന്ന് പറഞ്ഞ ഒരാൾ പച്ചക്കറി നടത്തുന്നുണ്ടായിരുന്നു, ഒരു ക്യാൻസർ രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ കടകൾ ഒഴുകിപ്പോയി. മുച്ചങ്കയത്ത് ഉരുള് പൊട്ടിയിട്ട് ചാക്കോച്ചൻ തണ്ണിപ്പറ എന്ന് പറഞ്ഞ ഒരാളുടെ കട ഒഴുകിപ്പോയി. 12 കടകളാണ് നിലവിൽ ആ സ്ഥലത്ത് തന്നെ ഇല്ലാതായിരിക്കുന്നത്. പക്ഷേ പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത, ഇന്നലെ ഞാൻ കണ്ടു പത്രത്തിൽ മനോരമ വന്ന വാർത്ത, 4 കടകൾ ഒഴുകിപ്പോയിട്ടാണ് റിപ്പോർട്ട് ഇവിടുന്ന് പോയേക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ 6 കട പോയിട്ടുണ്ട്. ഇവിടെ തന്നെ 6 കടകൾ പോയിട്ടുണ്ട്. ഇവിടെ തന്നെ 2 പേരുടെ ലൈസൻസ് ഉള്ള കട, അപ്പുറത്ത് 3 പേരുടെ ലൈസൻസ് ഉള്ള കട, കോഴിക്കടയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ 6 കടകൾ ഒഴുകിപ്പോയി. വെലങ്ങാട് അങ്ങാടി നരിപ്പറ്റ പഞ്ചായത്തിൽ 3 കടകൾ ഒഴുകിപ്പോയി. ഇവിടെ ഒരു വായനശാലയും പോയിട്ടുണ്ട്. ഇവിടെ ഒരു വായനശാല പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രോട്ടോ പോയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾക്ക് വ്യാപാരികളെ സംബന്ധിച്ച് ഭയങ്കര ഒരു സങ്കടപ്പാടുള്ളതെന്ന് വെച്ചാൽ ഉരുള പൊട്ടിയിട്ട് 15 ദിവസമായി. ഇതുവരെ ഒരു ബസ് വെലങ്ങാടങ്ങാടിയിലേക്ക് വരാനുള്ള സംവിധാനങ്ങൾ ആരും ചെയ്തിട്ടില്ല. പാലം ബലവത്താക്കി അതിൻ്റെ അടിയിലൊക്കെ കല്ലൊക്കെ ഇട്ടു എന്ന് പറയുന്നല്ലാതെ ബസ്സുകൾ മാത്രം കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ വെലങ്ങാടങ്ങാടി ഒരു ശവപ്പറമ്പായി പോയ പോലെ ആരും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അരുൺകുമാർ, അതായത് ഉരുട്ടി പാലമാണ് പ്രധാന പാലം ഇവിടേക്കുള്ള. ആ പാലം പുതിയ പാലമായിരുന്നു, പക്ഷേ അതിൻ്റെ അപ്രോച്ച് റോഡൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നു പോയി. അങ്ങനെയാണ് ഈ ഗതാഗത സംവിധാനം പൂർണ്ണമായും നീങ്ങിയിരിക്കുന്നത്. ഇവിടെയുള്ള ഞാൻ നിൽക്കുന്ന സ്ഥലത്തും വലിയ തെങ്ങിൻ്റെ തടിയിട്ടിട്ടാണ് ആളുകൾ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിൻ്റെ അക്കരെ കുടുങ്ങിയ ഒരു KSRTC ബസ്സാണ് ഈ തെങ്ങിൻ്റെ തടിയുടെ മുകളിലൂടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിരുന്നു. നിങ്ങൾ ഇപ്പം എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാർ മുന്നിലോട്ട് വയ്ക്കുന്നത്? സർക്കാരിൻ്റെ മുന്നിൽ പ്രധാനമായിട്ടും പുനരധിവാസം തന്നെ. ഈ മേഖലയിലുള്ള ആളുകളെ, വീട് പോയ ആളുകളെ എത്രയും പെട്ടെന്ന് മാറ്റി പാർപ്പിക്കണം. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ക്യാമ്പുകളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ, കുറച്ച് ആളുകൾ വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. ബാക്കിയുള്ള ആളുകൾ ബന്ധു വീടുകളിലാണ്. അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന് പുനരധിവസിപ്പിക്കണം. രണ്ടാമത്തത്, ഈ വെലങ്ങാടിന് പ്രത്യേക ഒരു പാക്കേജ് ഉണ്ടാക്കി വയനാട്ടിനെ പോലെ തന്നെ പരിഗണിച്ച് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കണം എത്രയും പെട്ടെന്ന്. ഓക്കെ, വ്യക്തമാണ്. കൂടുതൽ പ്രതികരണങ്ങൾ എടുത്തോളൂ സിനോജ്.